ഹായ്, ഞാൻ ദീപ. ഇന്ന് ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന ഫീമെയിൽസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ പറ്റിയിട്ടാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് പൊതുവെ ഈ ഡിവോഴ്സ് ചെയ്യുന്ന ആണുങ്ങളെക്കാട്ടിലും പെണ്ണുങ്ങളോടൊരു പ്രത്യേക ആറ്റിറ്റ്യൂഡാണുള്ളത് പൊതുവെ സമൂഹത്തിൽ. എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഇപ്പം ഇല്ല. അപ്പം എന്താണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ പല രീതികളും അല്ലെങ്കിൽ പല ചിന്താഗതികളും മാറുന്നത് നമ്മുടെ അടുത്ത ആൾക്കാർക്ക് അത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ എനിക്കും ഒരു ചെറിയ തോതിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, പുറമേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവരെന്തിനാണ് ഡിവോഴ്സ് ചെയ്തത്, അല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യാവോ, അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൂടായിരുന്നോ എന്നൊക്കെയുള്ളൊരു തോന്നൽ കുറേ പണ്ടുണ്ടായിരുന്നു. ഒരിടക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ അധികം മാറ്റങ്ങൾ അതിൽ വന്നു. പക്ഷെ സ്റ്റിൽ അതിലൊരു ചെറിയ പൊടിക്ക് ഒരു ജഡ്ജ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് കംപ്ലീറ്റ്ലി മാറിയത്, അതായത് ഓരോരുത്തരുടെ ലൈഫ് യുണീക്കാണ്, അവർ പോകുന്ന പ്രശ്നങ്ങളും അതനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതാണ് എന്നൊക്കെ മനസ്സിലായത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിന് ഈ ഒരു ഡിവോഴ്സ് പ്രോസസ്സിലൂടെ പോകേണ്ടി വന്നപ്പോഴാണ്. അപ്പം ഞാനത് വളരെ അടുത്ത് നിന്ന് കണ്ടതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം പൊതുവേ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരോടുള്ളൊരു ചിന്താഗതി മാറേണ്ട സമയം കഴിഞ്ഞു. അപ്പം അത് ഞാൻ ഈ കഥ പറയുന്നതിലൂടെ, അല്ലെങ്കിൽ കഥയല്ല, ശരിക്കും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, ആ ഒരു കാര്യം പറയുന്നതിലൂടെ ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എത്രത്തോളം എനിക്കത് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഞാൻ കഥ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പം എൻ്റെ സുഹൃത്ത് 10-20 വർഷമായി കല്യാണം കഴിച്ചിട്ട്. വളരെ ചെറിയ പ്രായത്തിലായിരുന്നു കല്യാണം, ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല സ്ത്രീധനമൊക്കെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരിനെ കെട്ടിച്ചത്. പാർട്ട്ണർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ മകള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിനെ പരിചയപ്പെട്ട സമയം തൊട്ട്, പുള്ളിക്കാരി സെൽഫ് എംപ്ലോയിഡ് ആണ് കേട്ടോ, അപ്പം അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളിക്കാരിനെ ഞാൻ പരിചയപ്പെട്ട സമയം തൊട്ട് പുള്ളിക്കാരിയുടെ വീട്ടിലെ ഈ ഡൊമസ്റ്റിക് വയലൻസും ഫിസിക്കലായിട്ടുള്ള അബ്യൂസും മെൻ്റലായിട്ടുള്ള ടോർച്ചറിങ്ങും ഒക്കെയാണ് പുള്ളിക്കാരിക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയ്ക്കൊക്കെ പുള്ളിക്കാരി അനുഭവിക്കുന്നുണ്ട്. കാരണം പുറമേ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ചാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. ഒരിക്കലും നമുക്ക് തോന്നത്തില്ല പുള്ളിക്കാരി ഇങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ കപ്പിൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ സംഭവം, എന്താ ഇവർ പറയുന്നത് ശരി തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ രീതിയിലാണ് പുള്ളിക്കാരിയുടെ പുറമേ ഉള്ള അപ്പിയറൻസ്. ഈവൻ അവർ ഭയങ്കര ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്, ഭയങ്കര ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും കൂടെ പല സ്ഥലത്തും കറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒത്തിരി ട്രിപ്സ് പോകുന്ന ആൾക്കാരാണ്. ഫോട്ടോസ് എല്ലാം ഭയങ്കര പിക്ചർ പെർഫെക്റ്റ് ഫോട്ടോസാണ്. പുറമേ കാണുന്ന എല്ലാം ഇതാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ വിളിക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ ഒരടി നടന്നിട്ടിരിക്കുകയാണ്, മുഖത്തൊരു പഞ്ച് കിട്ടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഫുൾ ഡൗൺ ആണ്, എനിക്ക് മൈഗ്രെയിൻ കയറിയിട്ട് വയ്യ, അതായത് വിഷമം കൊണ്ട് മൈഗ്രെയിൻ കയറിയിട്ട് വയ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ. അതും പരിചയപ്പെട്ട ഉടനെ അല്ല, കുറേ കഴിഞ്ഞ് നമ്മളെ ഒരു വിശ്വാസമായതിനു ശേഷമാണ് പുള്ളിക്കാരി അതിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇത് ശരിയാണോ എന്ന് വിശ്വസിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ കാലം പോയി, കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് ഡിവോഴ്സ് ചെയ്തൂടെ. അപ്പോഴും പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെയല്ല, പുള്ളിക്കാരി ഭയങ്കര ഹാർഡ് കോർ ഒരു ദൈവവിശ്വാസിയാണ്. അപ്പം ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പറയുന്ന പോലെ നമുക്ക് ഡിവോഴ്സ് ഒന്നും അത്ര ശരിയുള്ള കാര്യമല്ല. പിന്നെ ഞാൻ അങ്ങനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എൻ്റെ മകളുടെ ഭാവി, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ പ്രഷർ, പിന്നെ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഇത് അറിയാതിരിക്കുകയാണ്. ഞാൻ അവരോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിലും അത് പിന്നീട് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ കുറച്ച് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവരൊന്നും വിഷമിപ്പിക്കേണ്ട, ഞാൻ മാത്രം വിഷമിച്ചാൽ മതിയല്ലോ, ഞാൻ ഇങ്ങനെ പോട്ടെ, ഞാൻ ഇങ്ങനെ എരിഞ്ഞു തീരാം, ബാക്കിയുള്ളവർക്ക് ഞാൻ കാരണം ബാക്കിയുള്ളവർക്കൊരു പ്രശ്നമാകണ്ട എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ് ആ ഒരു സമയത്ത്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് പാർട്ട്ണറുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് വരെ പുള്ളിക്കാരി കണ്ടുപിടിച്ചു. പക്ഷെ സ്റ്റിൽ പുള്ളിക്കാരി മൂവ് ഓൺ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതായത് സാരമില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, സാരമില്ല, നമുക്ക് അങ്ങനെ പോവാം എന്നുള്ള മട്ടിലായിരുന്നു. ഒരു ഘട്ടത്തിൽ പുള്ളിക്കാരിയുടെ മകളുടെ ഫ്യൂച്ചറിനെ ഈ പ്രശ്നങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യും എന്ന് അറിഞ്ഞൊരു ഘട്ടത്തിലാണ് പുള്ളിക്കാരി ഡിവോഴ്സിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ലൈഫ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഭയങ്കര ഒരു പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ ഗ്യാസ് ലൈറ്റിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി അത് റിയലൈസ് ചെയ്തിരുന്നില്ല. അപ്പം എപ്പോഴും ഒരു മാനിപ്പുലേഷൻ നടന്നിരുന്നു ആദ്യം തൊട്ടേ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വിചാരിച്ചിരുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം താനാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം കാരനാണ് പുള്ളിക്കാരൻ എന്നെ അടിക്കുന്നത്,
എന്നുള്ളതാണ്. തുടക്കം തൊട്ടേ അടിയുണ്ടായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ മുഖത്തൊക്കെയാണ് അടിക്കുന്നത്, അല്ലെങ്കിൽ ദേഹോപദ്രവമാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ബോഡി ഷെയ്മിങ് വരുന്നുണ്ട്. പിന്നെ ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെൻ്റലി നമ്മളെ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് നമുക്കിപ്പം ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റത്തില്ല. നോർമലി ഒരു നാർസിസ്റ്റ് ചെയ്യുന്ന രീതികളൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ഈ നമ്മളെ ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമയിലെ കാര്യം പറയുന്ന കണക്ക് ഒരടിക്ക് ഒരു എന്താണ് റെസ്റ്റോറൻറ്റിൽ പോക്ക്, അല്ലെങ്കിൽ ഒരടിക്ക് 2 സ്നേഹം എന്ന് പറഞ്ഞ കണക്കത്തെ കണക്കിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു വലിയൊരു വഴക്കുണ്ടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതങ്ങ് മറയ്ക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഇത് സിമ്പിളാക്കി കാണിക്കുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ടുവന്ന് പുള്ളിക്കാരി തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വരും. ഇനി എൻ്റെ പ്രശ്നം കാരണം അത് എനിക്ക് തോന്നുന്നതാണോ, അതോ എന്നോടുള്ള സ്നേഹം കാരണമാണോ അടിക്കുന്നത്, അതോ ഞാൻ ചെയ്തതാണോ പ്രശ്നം? പിന്നെ അവസാനം മാനിപ്പുലേറ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണ്, എൻ്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് ഈ അടി കിട്ടുന്നത്, സോ ലെറ്റ് മീ സഫർ എന്നുള്ള രീതിയിലായിരുന്നു ഇനിഷ്യൽ സ്റ്റേറ്റിലൊക്കെ പുള്ളിക്കാരി വെച്ചോണ്ടിരുന്നത്. പിന്നീട് അത് റിയലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പിലായി കഴിഞ്ഞിരുന്നു. അതായത് പൊതുവെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ പ്രഷർ കാരണം നമുക്ക് ഒന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഈവൻ ഇപ്പോഴും അത് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്, വിസ്മയുടെ ഒക്കെ കേസ് ആലോചിച്ചാൽ മതി, നമുക്ക് പാരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ അഡ്ജസ്റ്റ് ചെയ്യാനേ പറയത്തുള്ളൂ. നമ്മുടെ ഇന്റേണൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് മിക്കവരും അറിയാതെ പോകും. അപ്പം അങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ട് പുള്ളിക്കാരി മുന്നോട്ട് പോയിട്ട് ഈ ഒരു ഡിവോഴ്സിന്റെ കാര്യം പുള്ളിക്കാരി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഷോക്കായി. നെയ്ബേഴ്സ് എന്താണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബന്ധുക്കൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സുഹൃത്തുക്കൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും ഇവളെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഡിവോഴ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് കോംപ്രമൈസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഡബിൾ മൈൻഡിലായിരുന്നു. അതായത് ഇനി എൻ്റെ പ്രശ്നമാണോ, അതോ ഇനി പുള്ളീനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമോ, ഇനി എന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകുമോ എന്നൊരു ഡബിൾ മൈൻഡിൽ തിരിച്ച് പുള്ളീനെ വിളിക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു പുള്ളിക്കാരി നിന്നത്. അതായത് അത്രയ്ക്ക് കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേറ്റിലാണ്, ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ കൂടിയാണ് പുള്ളിക്കാരി കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണം എന്നൊരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ലാത്ത രീതിയിൽ സ്വയമായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത്രയ്ക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു 10-20 വർഷം. പിന്നെ ഒരു സ്റ്റേറ്റിൽ പുള്ളിക്കാരിക്ക് തന്നെ കുറേയധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്തു. പുള്ളിക്കാരി കടന്നുപോയ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി എന്തോ ഒരു ഭാഗ്യത്തിന് ഡിവോഴ്സായിട്ട് തന്നെ പുള്ളിക്കാരി മുന്നോട്ട് പോയി. പക്ഷെ അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാക്കി. അതായത് ഈ പുള്ളി എന്താണ് എല്ലാവരുടെ അടുത്തും പോയിട്ട്, അതായത് ബന്ധുക്കളുടെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും പോയിട്ട് പുള്ളിക്കാരിനെ പറ്റി അനാവശ്യമായിട്ടുള്ള കഥകൾ പറയാൻ തുടങ്ങി. പുള്ളിക്കാരിനെ സഹായിക്കാൻ പോകുന്ന എല്ലാവരുമായിട്ട് ചേർത്ത് പുതിയ കഥകൾ ഉണ്ടാക്കി ഇറക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കുറേ പേരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പിന്നെ കരച്ചിലാണ് പുള്ളിയുടെ മെയിൻ. കരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും പുള്ളിയാണ്. അതായത് പുള്ളിയുടെയും ഒരു മൊത്തം നേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരാളാണ്, ഒരിക്കലും ദേഷ്യപ്പെടാത്ത. പുറമേ നമ്മൾ അങ്ങനെ കാണില്ല, പക്ഷേ ഉള്ളിൽ ഇതാണ് നടക്കുന്നത്. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ആണ് ആൾക്കാർക്ക് ഈ പുള്ളിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായതും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും. എങ്കിൽ പോലും എല്ലാവരും ആദ്യം ഇവളെ ഉപദേശിക്കാൻ തുടങ്ങി, അഡ്ജസ്റ്റ് ചെയ്യുക, ഈ ചെറിയ കാര്യത്തിനാണോ, അല്ലെങ്കിൽ ഏറ്റവും അവൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളെ കെട്ടിക്കാറായി ഇപ്പോഴാണോ നീ ഡിവോഴ്സിന് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അതാണ് നമ്മൾ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 2-3 വർഷത്തിനകത്ത്, അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആവുന്നതിന് മുമ്പ് ഡിവോഴ്സ് ചെയ്താൽ ഓക്കെയാണ്. പിള്ളേരൊക്കെ ആയതിനു ശേഷം ഡിവോഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പിള്ളേരെ പറ്റി പറഞ്ഞിട്ടും അല്ലെ നാട്ടുകാരെ പറ്റി പറഞ്ഞിട്ടും സൊസൈറ്റീനെ പറ്റി പറഞ്ഞിട്ടും ഒക്കെ ഒരു ബ്ലോക്ക് നമ്മൾ ഇവർക്ക് കൊടുക്കാറുണ്ട്. അപ്പം ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ്. ഇത്രയും 10-20 വർഷം ഇവള് സഹിച്ചതൊന്നും ആരും കണ്ടിട്ടില്ല, അഡ്ജസ്റ്റ് ചെയ്തത് ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഡിവോഴ്സിന് പോയപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആലോചിച്ചൂടെ, മകളെ ആലോചിച്ചൂടെ എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വ്യക്തിനെ ആലോചിക്കുന്നുണ്ടോ? അവരുടെ സന്തോഷം, അവർ ഈ 20 വർഷം സഹിച്ചത്, ഇനി അങ്ങോട്ട് സഹിക്കാൻ പോകുന്നത്, അതൊന്നും ആരും ആലോചിക്കുന്നില്ല. ചുമ്മാ ജഡ്ജ് ചെയ്യാനും ഉപദേശിക്കാനും ഒത്തിരി പേര്. പിന്നെയും ഏതാണ്ട് 4-5 മാസം എടുത്തിട്ടാണ് പുള്ളിക്കാരിക്ക് ആ ഒരു ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യാനും വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അത് മനസ്സിലേക്ക് എടുക്കാതിരിക്കാനും. അതായത് ചെറിയ ഒരു റിമാർക്ക് പോലും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നീ ചെയ്തത് ശരിയായില്ല എന്നൊരു ചെറിയൊരു റിമാർക്ക് മതി അവരെ ഹേർട്ട് ചെയ്യാനും, അവർ പിന്നെയും ഭയങ്കരമായിട്ട് ഡൗൺ ആവാനും. അപ്പൊ നമ്മൾ ഭയങ്കര പ്രയാസത്തിൽ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല എന്ന് കാണുന്ന ഒരു സിറ്റുവേഷനിലാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തുനിന്നും വന്നിട്ട് ഈ എന്തിനിത് ചെയ്തു, അല്ലെങ്കിൽ
എന്താണ് അതൊരു പൊതു സ്വത്ത് പോലെ, അതായത് പുള്ളിക്കാരി ഒരു പൊതു സ്വത്ത് പോലെ എല്ലാവരും വന്നിട്ട് ഒരു പബ്ലിക് പ്രോപ്പർട്ടി കണക്ക് വന്നിട്ട് എല്ലാവരും വന്നിട്ട് ഉപദേശിക്കാനും നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അല്ലെ കോംപ്രമൈസിന് പോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞ് ഉപദേശിക്കാനും അല്ലെ നീ ചെയ്തത് ശരിയല്ല ഇങ്ങനല്ല ചെയ്യേണ്ടത് ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ജഡ്ജ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുള്ളിക്കാരി സഫർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ ആർക്കും അറിയത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീട്ടിനകത്ത് നടന്നതെന്നുള്ളത്. രണ്ട് പേര് ഇൻവോൾവ് ചെയ്തൊരു കാര്യമാണ്. അപ്പം മറ്റേ ആള് വളരെ പോളിഷ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ദേഷ്യപ്പെടുകയോ ഇച്ചിരി കരയുകയോ ഇല്ലെങ്കിൽ ഇച്ചിരി ശബ്ദം റേസ് ചെയ്യുന്ന ആളാണ് പ്രശ്നക്കാര് എന്നുള്ള മട്ടിൽ എല്ലാവരും ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യാനോ അല്ലെ ജസ്റ്റിഫൈ ചെയ്യുമോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രോമയാണ്. അതാണ് പുള്ളിക്കാരി ഫസ്റ്റ് ഈ ഡിവോഴ്സിലേക്ക് ഇറങ്ങിയപ്പം ഫേസ് ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയൊരു സംഭവം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. എല്ലാവരും ജഡ്ജ് ചെയ്യുന്ന മാത്രമല്ല ആ ഒരു ജഡ്ജ്മെന്റ് നേരിട്ട് ഒരു റിമാർക്കായിട്ട് പറയുകയും ഉപദേശിക്കാൻ വരികയും അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടി കണക്ക് വന്നിട്ട് അങ്ങോട്ട് മേഞ്ഞിട്ട് പോവുകയൊക്കെയാണ് ആദ്യം പുള്ളിക്കാരി ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യം. അപ്പൊ അതൊന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് പിന്നെ ലീഗൽ പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പം ഇനിഷ്യലി ഈ ഉപദ്രവമൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ തന്നെ വീടാണ്, അപ്പൊ അവിടുന്ന് പുള്ളിക്കാരനെ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഒത്തിരി ടൈം എടുത്തിട്ടാണ് നടന്നത്. അതായത് പുള്ളിക്കാരി ആദ്യം പോയ ഒരു വക്കീല് തന്നെ ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടെ പുള്ളിക്കാരിനെ കുറേയധികം വലപ്പിച്ചു. പിന്നീട് ഒരു വക്കീലിനെ കണ്ടു, പിന്നെ വക്കീൽ ഫീസ് വരുന്നുണ്ട്, പിന്നെ ഇതിനിടയ്ക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാദം അല്ലെങ്കിൽ എഴുത്തുകുത്തുകളുണ്ടല്ലോ, അതിനകത്ത് എന്താണ് ഓപ്പോസിറ്റ് പാർട്ടി എഴുതി കൂട്ടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വൾഗർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളും എഴുതി കൂട്ടും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഞാൻ വായിക്കണ്ടായി. എനിക്ക് ഇതിങ്ങനെ പോകുന്ന സമയത്തൊക്കെ എന്നെ കൊണ്ടൊന്ന് കാണിക്കും, ഞാൻ വായിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയും ഒരാൾ എഴുതി പിടിപ്പിക്കുവോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഒന്നുമില്ല, 10-20 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചതാണ്, എന്നിട്ട് ഈ ഒരു ഡിവോഴ്സ് കേസ് ജയിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഡിവോഴ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രം വളരെ വൾഗർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുക, അല്ലെങ്കിൽ നടന്നിട്ടില്ലാത്ത പല കള്ളങ്ങളും എഴുതി പിടിപ്പിക്കുക, എന്നിട്ട് അത് ഒരു ഉളുപ്പില്ലാതെ വന്ന് നിന്ന് വാദിക്കുക എന്നൊക്കെ പറയുമ്പം ഭയങ്കര ഒരു ട്രോമയാണ്. നമുക്കത് പറഞ്ഞു പോകാന്നുള്ളതേ ഉള്ളൂ. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ആ ഒരു വിഷമം മനസ്സിലാവത്തുള്ളൂ. അത് വിഷമം മാത്രമല്ല, അത് ഹോണ്ട് ചെയ്യും, കുറേ നാളത്തേക്ക് അത് ഹോണ്ട് ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കേസിന്റെ കാര്യങ്ങളല്ലാണ്ട് ഒത്തിരി അധികം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം സൈഡിൽ നിർത്താനുള്ള ഒരു ശ്രമം പുള്ളി നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും പോയി കരയുന്നുണ്ടായിരുന്നു. ഈവൻ പുള്ളിക്കാരിയുടെ പാരന്റ്സിന്റെ അടുത്ത് പോലും പോയിട്ട് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്നും കുറെ അധികം പ്രഷർ പുള്ളിക്കാരി എടുത്തു എന്നുള്ളതാണ്. പിന്നെ വന്നിട്ട് രാത്രിയിലൊക്കെ വേറെ ആൾക്കാരെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നടത്തി. അപ്പം പറയാനാണ് ലിസ്റ്റ് ഒത്തിരി ഉണ്ട്. ഞാൻ ഇത് ഇവിടെ വെച്ച് അങ്ങ് ചുരുക്കുവാണ്. അത് അത്രയും അധികം കാര്യങ്ങൾ പുള്ളിക്കാരി സഹിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഇതിനിടയ്ക്ക് സുഹൃത്തുക്കൾ പറ്റിക്കാനായിട്ട് വരുന്നുണ്ട്. അതായത് പുള്ളിക്കാരിക്കൊന്നും അറിയത്തില്ല, ഒറ്റയ്ക്കാണെന്നൊക്കെ അറിഞ്ഞിട്ട് പറ്റിക്കാൻ വന്ന സുഹൃത്തുക്കൾ വരെ ഉണ്ട്. അപ്പോൾ കുറേ ഉണ്ട് കാര്യങ്ങൾ പറയാനായിട്ട്, പക്ഷെ ഞാൻ നിർത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു മെയിലിനെക്കാട്ടിലും ഒരു ഫീമെയിലിനെ കാണുമ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവരെ ബ്ലെയിം ചെയ്യാനും ജഡ്ജ് ചെയ്യാനും അനാവശ്യമായിട്ടുള്ള റിമാർക്ക് ചെയ്യാനുള്ളൊരു ത്വര ഭയങ്കര കൂടുതലാണ്. അത് നമ്മൾ ഇനി ത്വര ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ദയവ് ചെയ്തത് പുറത്ത് കാണിക്കാതിരിക്കാം, അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക, ലെറ്റ് ദം ലീവ്. അതുപോലെ തന്നെ അവർ നമ്മുടെ അടുത്ത് വിഷമം പറയുമ്പം വിഷമിക്കേണ്ട, ഇതൊക്കെ സാരമില്ല, പോട്ടെ, മൂവ് ഓൺ ചെയ്യുക എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണെങ്കിലും അവർക്കത് ഭയങ്കര പാടാണ്. അതായത് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് റിക്കവർ ആവുക എന്നുള്ളൊരു വെമ്പൽ നമ്മൾ സപ്പോർട്ടീവായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അവർക്ക് 10-20 വർഷത്തെ അല്ലെങ്കിൽ എത്രയും വർഷത്തെ ഒരു മുറിവ് അത് ഹീൽ ചെയ്യാനുണ്ട്. അത് ഹീൽ ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. അത് അവർ തന്നെ കരഞ്ഞോ അല്ലെ വിഷമിച്ചോ തീർക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ അത് മനസ്സടക്കിയിരിക്കുക, പുറമെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് സന്തോഷമായിട്ടിരിക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് ഏതൊരു വിഷമത്തിന്റെ കേസിലാണ്, ഇപ്പോൾ ഡിവോഴ്സിന്റെ കേസിൽ മാത്രമല്ല, ഏതൊരു വിഷമത്തിന്റെ കേസിലാണെങ്കിലും പെട്ടെന്ന് ചിയർഫുൾ ആവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി പറയുന്നത് തന്നെ വളരെ മോശമാണ്. കാരണം ആ ഒരു വൂണ്ട് അത് ഹീൽ ചെയ്യാൻ ടൈം എടുക്കും. അതിന് എന്ത് സപ്പോർട്ടാണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്ന് അത് റിക്കവർ ആവും, താൻ പെട്ടെന്ന് ചിയർഫുൾ ആവുക, പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ഇത് ഒന്നെങ്കിൽ പദം പറഞ്ഞ് തീർക്കണം, അല്ലെങ്കിൽ എഴുതി തീർക്കണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ട് അത് തീർക്കണം. ചിലപ്പോൾ അവർ സന്തോഷം കണ്ടെത്തുന്നത് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടായിരിക്കാം. പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്നതാവട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒത്തിരി ഈ പുള്ളിക്കാരി ഇപ്പോഴും
നമ്മുടെ അടുത്ത് വന്നുമ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കും. അപ്പം അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുന്നതാവട്ടെ, അല്ലെങ്കിൽ അവരൊന്ന് സന്തോഷിക്കുന്ന കാണുമ്പം പുറമേ നിൽക്കുന്ന സൊസൈറ്റിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകത്തില്ല. അവള് ഭർത്താവിനെയും കളഞ്ഞേച്ച് വന്ന് സന്തോഷിക്കാൻ പോയേക്കുവാണ്. ശരിക്കും ആ ട്രോമയിൽ നിന്നൊന്ന് മാറാൻ, അല്ലെങ്കിൽ ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പരിശ്രമങ്ങളാണ് അതെല്ലാം. അപ്പം അതിന് പോയിട്ട് ജഡ്ജ് ചെയ്യാനോ, അവള് ദേ കറങ്ങി നടക്കുന്ന കണ്ടില്ലേ എന്നുള്ള രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ദയവ് ചെയ്ത് ചെയ്യരുത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരിപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാനോ ഒന്നും പറ്റുന്നില്ലായിരിക്കും. ലബ്ധം നമ്മൾ വളർന്ന സാഹചര്യമല്ല അവർ പോയ ഒരു സാഹചര്യം, അല്ല നമ്മൾ കണ്ടൊരു സാഹചര്യമല്ല അവർ കണ്ടൊരു സാഹചര്യം. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുക, അനാവശ്യമായിട്ടുള്ള റിമാർക്ക് ഇട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതുപോലെ തന്നെ അവരിപ്പോൾ ഒറ്റയ്ക്കായി പോയി, അതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞൊരു ബോസി ആറ്റിറ്റ്യൂഡും എടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളിലും പോയിട്ട് നിയന്ത്രണം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ കാര്യം നടത്തി കൊടുക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അവർ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഹെൽപ്പ് കൊടുക്കുക. അതുപോലെ സോഷ്യൽ ഗ്യാതറിങ്സിനൊക്കെ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കുക. ഇനി ഇവർക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കാതിരിക്കുക. അവർ അവരുടേതായ ഒരു രീതിയിൽ, ഒരു നോർമൽ രീതിയിൽ പൊയ്ക്കോട്ടെ. നമ്മൾ അവർക്ക് അമിതമായിട്ടൊരു ഒരു കെയറും കൊടുക്കണ്ട. ഭയങ്കരമായിട്ട് അവരെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യാനോ ഒരു റിമാർക്ക് ഇടാനോ ഒന്നും പോകണ്ട. വളരെ നോർമലായിട്ട് അവരെ കാണുക. അവരിപ്പോൾ ഒന്ന് സന്തോഷിക്കുന്ന കാണുമ്പം, നോർമലി അങ്ങനെയാണല്ലോ, ഒരു ദുഃഖത്തിലിരിക്കുന്ന ഒരാൾ കംപ്ലീറ്റ്ലി ദുഃഖത്തിലിരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒരാൾ അത്രയും സഫർ ചെയ്തിട്ട് അവർ സ്വയമായിട്ട് അതിൽ നിന്നൊന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ അടിച്ച് താഴെ ഇടുന്ന പരിപാടി, അത് പൊതുവെ സമൂഹത്തിനുള്ള ഒരു കാര്യമാണ്. അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്, എനിക്കുണ്ടായ ഒരു ചേഞ്ച് പ്ലസ് ശരിക്കും ഇങ്ങനൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ പറയുന്നതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു ട്രോമ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ അനാവശ്യമായിട്ട് ബ്ലെയിം ചെയ്യാതിരിക്കുക. ഇപ്പം അവർ ഡിവോഴ്സ് ചെയ്തത് എന്തോ കാര്യത്തിനായിക്കോട്ടെ, ഇനി മേ ബി അവരുടെ അഹങ്കാരമായിക്കോട്ടെ, പക്ഷെ അത് അവരുടെ ലൈഫാണ്. എന്തോ ആയിക്കോട്ടെ, എന്തിൽ കൂടിയാണ് പോയെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കാണാത്തൊരു കാര്യത്തെപ്പറ്റി അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്ത് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത്. അപ്പം അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അവരിപ്പം ഏത് കാരണം കൊണ്ട് ഡിവോഴ്സ് ചെയ്താലും അത് അവരുടെ മാത്രം പ്രശ്നമാണ്. നമ്മളെ അവർ ഉപദ്രവിക്കാൻ വരുന്നില്ല, നമ്മുടെ കാര്യത്തിലോട്ട് ഇൻവോൾവ് ആവാൻ വരുന്നില്ല. അപ്പം നമ്മളും അവരുടെ കാര്യത്തിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇത്രയും ഒരു സിമ്പതിയോ ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെ ആസ് നോർമൽ, ആസ് എ ഹ്യൂമൻ ബീയിങ് കൺസിഡർ ചെയ്യുക. അല്ല അവർ ഇത്രയൊക്കെ സഫർ ചെയ്താണ്, ഇനി അവർ സഫർ ചെയ്യണം എന്നൊരു ആറ്റിറ്റ്യൂഡ്. അവർ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ, അങ്ങനെ. അതുപോലെ പറയാത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ഇതിപ്പം ഒരു അത്യാവശ്യം സാമ്പത്തികമുണ്ട്, അത്യാവശ്യം ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മുന്നോട്ട് വന്ന് ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോയ ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒത്തിരി അധികം ആൾക്കാർ അവരുടെ മതം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അതുപോലെ സൊസൈറ്റിയുടെ പ്രഷർ, ഇതൊക്കെ കാരണം തീരെ നരകിച്ച് ഒരു ഫാമിലി ലൈഫുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മക്കളുടെ കാര്യം ആലോചിച്ച് മാത്രം മിണ്ടാതെ സഹിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ട്രോമയും ഇവരുടെ ട്രോമയോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. അവർ രണ്ടുപേരുടെയും ജീവിതം ഒരു രണ്ടും കെട്ട അവസ്ഥയിലാണ്. അപ്പം പറഞ്ഞു വന്ന ഇതാണ്, പൊതുവെ നമുക്ക് ഇവരോടൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളിങ്ങനെ പുറമേ കാണുമ്പോൾ ഇച്ചിരി സംസാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്യാവശ്യം ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനി വിഷമമുള്ള ആൾക്കാർ എപ്പോഴും സങ്കടപ്പെട്ടല്ല ഇരിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. എനിക്ക് പറയാനായിട്ട് ഉദ്ദേശിച്ച് വന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, നമുക്ക് ഇവരോടുള്ള ആറ്റിറ്റ്യൂഡിന് മാറ്റം വരണം. ആസ് എ സൊസൈറ്റി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസ് മാറുക, അല്ലെങ്കിൽ ഇതുപോലെ കുറ്റം പറയാനോ ഒന്നും പോവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ കൂടെ കൺവേ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക്